Hi friends, we are Team Innovators from St. George HSS Puttamalli, Vairapura, Kerala. And myself Anthony K. Prince, and I am studying in +1 Biomaths. My name is Ajit Paul. My name is Amal Varghese. I am studying in +1 Biomaths. Please make a look at the video. We could see that many people are driving two-wheelers without wearing helmet. The people are least bothered about the importance of wearing helmet. It is not only a problem faced in India, it is a problem faced by the whole world. As we take the case of Indian roads, they are in poor condition and it is not providing a safety ride. This video shows the real benefits of wearing helmet. എന്തിനാണ് നിങ്ങൾ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്? ഹെൽമെറ്റ് ഉപയോഗിക്കണത് ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് ഉപയോഗിക്കണത് പോലീസിന് ഫൈൻ അടക്കാണ്ടിരിക്കണം. അപ്പോൾ പോലീസിനെ പേടിക്കണോണ്ടാണ് എല്ലാ ദിവസവും ഹെൽമെറ്റ് വെക്കും? ഇല്ല, അങ്ങനെയില്ല. നമ്മൾ ലോക്കലോടത്തൊന്നും വെക്കില്ല. ശരിക്കും ആൾക്കാർ ഹെൽമെറ്റ് വെക്കണത് പ്രൊട്ടക്ഷന് വേണ്ടി അല്ല, അത് ഫൈൻ കിട്ടാൻ വേണ്ടിയിരിക്കാൻ മാത്രം. ഈ ഇരുചക്ര വാഹനങ്ങളിൽ അപകടമുണ്ടാകുമ്പോൾ അവരുടെ ഏത് ഭാഗത്താണ് കൂടുതലും ഈ അപകടത്താൽ ഒരു പ്രശ്നമുണ്ടാകുന്നത്? മിക്കവാറും കേസുകളിൽ ഹെഡ് ഇഞ്ചുറിയാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അതായത് ശിരസിനാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ഒരു വ്യക്തി മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം ആ പ്രവൃത്തിയിൽ സ്ഥിരത കാണിക്കാൻ സാധിക്കും? മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ബുദ്ധിമുട്ടാണ്. മദ്യപിച്ച് റോഡിലൂടെ നടക്കുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. വണ്ടി ഓടിക്കുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. ടൂ വീലർ ഓടിക്കുന്ന ആൾ ഹെൽമെറ്റ് വെക്കുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഘടനയാണ്. പ്രത്യേകിച്ച് ടൂ വീലർ. ഈ ടൂ വീലർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, രണ്ട് വീലുള്ള ഒരു സംഭവമാണ്. ഈ രണ്ട് വീലും നമ്മുടെ ഒരു ബാലൻസിങ് കൊണ്ടാണ് ഈ വാഹനം ഓടിക്കുന്നത്. നിസ്സാര ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു വ്യതിയാനോ ഈ ബാലൻസിങ്ങിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വണ്ടി മറിഞ്ഞു വീഴുന്നതിന് സാധ്യത വളരെ കൂടുതലാണ്. ഈ ടൂ വീലർ യാത്രയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഹെൽമെറ്റ്, അത് നിസ്സംശയം പറയട്ടെ, ഹെൽമെറ്റ് ധരിക്കണമെന്നുള്ളത് നമ്മൾ പോലീസ് പറയാതെ തന്നെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ നമ്മൾ വാഹനം ഓടിക്കുന്നതല്ല. മദ്യപിച്ചൊരു വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആക്സിഡന്റും സംഭവിക്കുന്നത് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. അതായത് ആ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടുന്നതും നമ്മൾ അപകടത്തിൽപ്പെടുന്നതും. അതുകൊണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു സംഭവമാണ്. As we had found out, there are two problems from the society. The first problem is people start with two-wheelers without wearing helmet. And second problem is people start riding two-wheelers by consuming alcohol. To solve these two problems, we are introducing before you our innovative, be careful design, our smart helmet. Our helmet has two features. First, it ensures that the driver has worn the helmet. Second, it also checks if the driver is drunk, and if he is, the vehicle will not start. Now let's see how it works. We place one Arduino in helmet and one in the engine of the vehicle. Then we place our transmitter in the helmet and our receiver in the engine. The strip of the helmet is the key to all connections. After we put the strip, the sensors will be activated and checks if the driver has worn the helmet. And it also checks whether he is drunk. An altitude sensor is placed in the speedometer. It gives an altitude boundary, and by this, it ensures the driver has worn the helmet. Another sensor that is set up in this connection is MQ3. It detects whether a person is drunk or not. All the sensor signals are transmitted to the RF receiver in engine through RF transmitter in the helmet. Arduino board control all the connection. If the person is drunk or doesn't wear helmet, the vehicle will not start. If both the conditions are right, the vehicle will start.